കാവിക്കൊടി വെച്ചു ഈ അത്തത്തിൽ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 50 മീറ്റർ അകലെയായി ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ്, ചിത്രം പതിച്ച ഫ്ലക്സ് വെച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഇത് പ്രകോപനപരം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആദ്യമേ പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ മായ്ക്കണമെന്നുള്ളതാണ്. ദൃശ്യങ്ങളും വിഷ്വലും എല്ലാം നമ്മുടെ മുന്നിൽ സത്യസന്ധമായിട്ടുണ്ട്. രണ്ട്, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇവർ വിചാരിച്ചതുപോലുള്ളൊരു ഇത് കിട്ടിയില്ല. അതായത് ഈ മുസ്ലിം സഹോദരന്മാരിൽ തന്നെ ദേശത്തെ ഇഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു ശതമാനം. അവർ പോലും ഇവരെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. 1-2 തീവ്രവാദികളും ഭീകരവാദികളും പറയുന്നത് കേട്ട് നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ അവർ ചെയ്ത ധീരമായ നടപടിയില്ല എന്നൊരു പൊതു അഭിപ്രായം മൊത്തത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ രൂപപ്പെട്ട് വരുന്ന CPM-നുള്ളിലെ ഹിന്ദു സഹോദരന്മാരുണ്ട്, ആ CPM-ന് ജയ് വിളിക്കുന്ന ആ നാട്ടിലുള്ള ആളുകളുണ്ട്, മറ്റു പ്രദേശത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഒരു ഭീകരവാദികൾക്ക് മുട്ടുമടക്കി കൊടുക്കുന്ന, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റായി ഞങ്ങളുടെ ഗവൺമെൻറ് മാറുന്നു എന്ന ആശങ്കയുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ അവർ പറഞ്ഞൊരു കാര്യമാണിത്. അതിലൊരു പ്രശ്നമെന്ന് പറയാനുള്ളത്, പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്ന ഒരു ഓണാഘോഷത്തിൽ അത്തപ്പൂ മത്സരമാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷം നടത്തുമ്പോൾ അവിടെ ഇടുന്ന അത്തപ്പൂവിൽ ഒരു കാവിക്കൊടിയുടെ രൂപത്തിലുള്ള ഒരു പൂക്കൾ കൊണ്ടിട്ടു എന്നുള്ളതാണ്. പാർത്ഥസാരഥിയുടെ അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അവിടെ ഒരു ആർച്ചുണ്ട്, ക്ഷേത്രത്തിൻ്റെ ആർച്ചുണ്ട്, അതിന് മുകളിൽ പാർത്ഥസാരഥിയുടെ ഒരു രഥം ഉണ്ട്. പാർത്ഥസാരഥി എന്നുള്ള സങ്കല്പത്തിൽ അതിന് മുകളിലൊരു കൊടിയുണ്ട്, അത് കാവിക്കൊടിയാണ്. ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടെ തിട്ടൂര് ഇറക്കിയിട്ട് അത് പച്ചക്കൊടിയാക്കിയാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അത് ക്ഷേത്രത്തിൻ്റെ ആചാരവും ക്ഷേത്രത്തിൻ്റെ ആളുകളും ഒക്കെ തീരുമാനിച്ച പ്രകാരം ഇട്ടതാണ്. ക്ഷേത്രത്തിനുള്ളിൽ പാർത്ഥസാരഥിയുടെ തേരിന് മുകളിലിരിക്കുന്ന ഒരു പതാക അവിടെ സ്ഥാപിച്ചാൽ അതിനും വ്രണപ്പെടുന്നുവെങ്കിൽ അത് ആരുടെ വ്രണമായിരിക്കും? അവരുടെ വ്രണപ്പെടുന്ന വികാരങ്ങളെയൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ സംരക്ഷിച്ചേ പറ്റൂ എന്ന് സർക്കാരിന് നിർബന്ധം വന്നാൽ ആരാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്? ഛത്രപതി ശിവജിയുടെ ഫോട്ടോ കുറച്ച് ദൂരെ ഇരിക്കുന്നത് കണ്ടു. ഛത്രപതി ശിവജിയുടെ ഫോട്ടോ ഇരുന്നാൽ ഉണ്ടാകുന്ന വ്രണപ്പെടുന്ന വികാരം എന്താണ്? ബില്ലാദൻ്റെ ഫോട്ടോ ഇരുന്നാലോ, ഹമാസ് ഭീകരവാദിയുടെ ഫോട്ടോ ഇരുന്നാലോ, ഈ നാടിനെ തകർക്കാൻ നിന്ന അഫ്സൽ ഗുരുവിൻ്റെ ഫോട്ടോ ഇരുന്നാലോ, ഈ നാട്ടിൻ്റെ പാരമ്പര്യവുമായി നോക്കിക്കഴിഞ്ഞാൽ കടന്നു വന്ന വൈദേശിക ആക്രമണകാരികൾക്കെതിരെ പൊരുതിയവർ അവരുടെയൊക്കെ ഫോട്ടോ ഇരുന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ പാർത്ഥസാരഥിയുടെ രഥത്തിന് മുകളിലിരിക്കുന്ന ഒരു പതാക ക്ഷേത്രത്തിനുള്ളിൽ, അത് മറ്റെവിടെയെങ്കിലും വെച്ചാൽ പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ, ആ ക്ഷേത്രത്തിനുള്ളിൽ അവരൊരു പതാകയായിട്ട് വെച്ചാലൊക്കെ വ്രണപ്പെടുന്നുവെങ്കിൽ വ്രണപ്പെടുന്നവരുടെ മനസ്സ് രാജ്യത്തിന് അപകടമാണ്. അവരോട് ചേർന്ന് നിൽക്കുകയല്ല, നിങ്ങളുടെ മനസ്സ് വ്രണപ്പെട്ടാൽ മാറി നിൽക്കടാ, ഈ നാടിനോടൊപ്പം ചേർന്ന് പോകുമെന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് കാണിക്കേണ്ടത്. അത് കാണിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ മനസ്സ് വ്രണപ്പെടും. എന്തുകൊണ്ട്? ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് വ്രണപ്പെടുന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിനുള്ളിൽ പാർത്ഥസാരഥിയുടെ പാർത്ഥൻ നയിക്കുന്ന രഥത്തിന് മുകളിലുള്ള പതാക വെച്ചതുകൊണ്ട് വ്രണപ്പെടുന്നു. ശിവാജിയുടെ പടം ദൂരെ എങ്ങോ ഇരിക്കുന്നത് കൊണ്ട് വ്രണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കലാപാഹ്വാനത്തിന് കേസെടുത്തു എന്നുള്ളതാണ്. ഇതെല്ലാം അവർ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ്.